കിഡ്നാപ്പ്. ഹീസ് ഡെഡ്ലി ഡേഞ്ചറസ്. അരുൺ ഫ്ലാറ്റിലെ വാച്ച്മാൻ റൂമിലെ CCTV നോക്കിക്കൊണ്ട് പറഞ്ഞു. കോറിഡോറിലെ CCTV ഒരു മുഴുവൻ കറുത്ത വേഷം ധരിച്ച ഒരാൾ ലച്ചുവിനെ എടുത്തുകൊണ്ടുവന്ന് കാണാം. മാസ്ക് ഇട്ടുകൊണ്ട് മുഖം വ്യക്തമല്ല. പാർക്കിങ്ങിൽ നിന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഒമ്നി വാൻ പുറത്തേക്ക് പോകുന്ന കാണാം. സർ, വാച്ച്മാനെ ചോദ്യം ചെയ്തപ്പോൾ അറിഞ്ഞ് അയാൾ ആരോ എന്തോ സ്പ്രേ അടിച്ച് ബോധം കെടുത്തിയെന്നാ മാധവേട്ടൻ അരുണോട് വന്ന് പറഞ്ഞു. ഡാ, അതൊന്ന് സൂം ചെയ്ത്. ലാപ്പിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ദേവ് അത് സൂം ചെയ്യാൻ അനിരുദ്ധിനോട് പറഞ്ഞു. പൗസ് മതിയോ സാറേ എന്ന മട്ടിൽ ദേവനെ അവൻ നോക്കി. അവിടെ നിന്ന് സൂം ചെയ്ത് പ്ലേ ആക്കി. അവരൊക്കെ ഇവനെന്താ ചെയ്യുന്ന മട്ടിൽ ലാപ്പിലേക്ക് നോക്കിയപ്പോഴാണ് അത് കണ്ടത്. ഗേറ്റ് അടക്കാൻ തുടങ്ങുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് കൈ മാത്രം പുറത്തേക്കിട്ട് കൊന്നുകളയുന്ന മറ്റൊരു വര വരയ്ക്കുന്ന പോലെ കാണിച്ചു. യെസ്! ദേവിന്റെ മുഖത്ത് എന്തോ കിട്ടിയ പോലെ പുഞ്ചിരി നിറഞ്ഞു. അവൻ അഹങ്കാരത്തോടാ ചെയ്ത് അവന് തന്നെ വിനയായി. മനസ്സിലായില്ല അല്ലേ? ഒന്നും പറഞ്ഞിട്ട് മിണ്ടാൽക്കുന്ന അരുണിനോടും ബാക്കിയുള്ളവരോടും ദേവ് ചോദിച്ചു. അവൻ ആ പ്രവൃത്തി ചെയ്യുന്നതിൽ അവന്റെ വിരൽ ശ്രദ്ധിച്ചു. അതിലൊരു വാമ്പർ റെഡ് സ്റ്റോണോട് കൂടിയുള്ളൊരു മോതിരമാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് ആ മോതിരം തെളിഞ്ഞു കാണാം. സോ എനിക്കറിയാം ആ മോതിരത്തിന്റെ ഉടമയെ. ഒട്ടും ക്ലിയർ ആവാത്ത ഫൂട്ടേജിൽ നിന്ന് ദേവ് ഇത്രയൊക്കെ കണ്ടെത്തിയെന്നോർത്ത് അവർക്കൊക്കെ അതിശയമായിരുന്നു. ഡാ, എന്തായി കിട്ടിയോ? ദേവ് ആകാംക്ഷയോട് ചോദിച്ചു. യെസ്, അരുണക്കാട് എന്ന ഗ്രാമത്തിലാണ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. അടുത്ത് റെയിൽവേ ഉണ്ട്. സൈബർ സെല്ലിൽ നിന്ന് ജോർജ് വിവരം കൊടുത്തു. ഓക്കെ, താങ്ക്സ്. ഡാ അരുൺ, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവൻ നമ്മുടെ മൂക്കിന് താഴെ വെച്ചാ ഇത്രയൊക്കെ കളിച്ച്. ഇനി വിട്ടൂടാ ആ പന്ന മോനെ. എന്നാ പോവാം, ഞാൻ ടീമിനോട് റെഡിയാവാൻ പറയാം. വേണ്ടെന്നോ? നീ പിന്നെ എന്ത് ചെയ്യാ? തൽക്കാലം ഞാൻ ഒറ്റയ്ക്ക് പോകും. എന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു കണ്ടില്ലെങ്കിൽ നീ ഫോഴ്സായിട്ട് വന്നാൽ മതി. എന്തൊക്കെയാണ് അഭി നീ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല ഒറ്റയ്ക്ക് പോകാൻ. ശരി, ഫോഴ്സ് വേണ്ടി വേണ്ട, ഞാൻ കൂടെ വരാം, അരുൺ തീർത്ത് പറഞ്ഞു. അതുകൊണ്ടല്ലടാ, ഇത്രയൊക്കെ നമ്മുടെ അടുത്തുനിന്ന് ചെയ്യുന്നവൻ നമ്മുടെ ഈ മൂവ്മെന്റ്സ് കൂടി ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അവൻ കാത്തിരിക്കുന്ന എനിക്ക് വേണ്ടി തന്നെയാണ്. ബട്ട് അബി, ഇറ്റ്സ് ഡേഞ്ചർ. അവരെത്ര പേരുണ്ട് പോലും നമുക്കറിയില്ല. പോരത്തിന് സമയം ഇപ്പോൾ 11. ഒന്നും പറ്റില്ലടാ. ഇനി അഥവാ എനിക്കെന്തെങ്കിലും പറ്റിയാലും ലച്ചുവിനെയും മക്കളെയും കൊല കൊടുക്കാൻ വയ്യ. അതിനേക്കാളും ഈ അഭിനവതയെ ചാവുന്നതാണ് നല്ലത്. ഡാ, ഒന്നും സംഭവിക്കില്ല. ഇനിയും നിങ്ങൾ ദൈവം പരീക്ഷിക്കില്ല. നീ പോയിട്ട് വാ. ശരിടാ. ദേവ് അതും പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് ഓൺ ചെയ്ത് പോയി. ഒന്നും പറ്റില്ലേ എന്ന് അരുൺ പ്രാർത്ഥിച്ചു. ദേവ് വേഗം തന്നെ അവർ പറഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. ഒരുപാട് ഉള്ളിലേക്ക് പോയപ്പോൾ കണ്ടു ഒരു പൂട്ടിക്കിടക്കുന്ന വീട്. അതിൻ്റെ 3/4 ഭാഗവും കാടുകൊണ്ട് മൂടിയിരുന്നു. അതുകൊണ്ട് വേഗമൊന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല. ജനവാസമില്ലാത്തൊരു ഏരിയ ആയിരുന്നത്. തീവണ്ടികൾ പോകുന്നതുകൊണ്ട് ഒരു പട്ടി വരച്ചാൽ പോലും പുറത്തേക്ക് കേൾക്കില്ല. പുറത്തേനെ 2 ഗുണ്ടകൾ കാവൽ നിന്നിട്ടുണ്ട്. ദേവ് ശബ്ദമുണ്ടാക്കാതെ പിന്നാലെ പോയി 2 ആളെ ഇടിച്ചിട്ടു. മുന്നോട്ട് പോകുന്ന പോലെ ഓരോരുത്തരെയും നേരിട്ടു. അവൻ മുമ്പോട്ട് കണ്ട ഒരു ഇരുട്ടുമുറിയിലേക്ക് പതുങ്ങി ശബ്ദമുണ്ടാക്കാതെ കയറി. അവൻ കയറിയതും ആ മുറിയിൽ വെളിച്ചം വീണു. ആഹാ, വന്നല്ലോ ദ ഗ്രേറ്റ് പോലീസ് ഓഫീസർ അഭിനവ് ദേവ്. വെൽക്കം. ഒരു കട്ടിയുള്ള ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ദേവ് തന്റെ കണ്ടെത്തിയുള്ള ശരിയായി മട്ടിൽ ചിരിച്ചു. അയാളും കൂടി 3 ഗുണ്ടകളുണ്ട് ആ മുറിയിൽ. എന്നാലും നീ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു കരുതിയില്ല. അയാൾ അവനെതിരെ ചെന്ന് കൈയടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ പോലെയുള്ള ചെന്നായെ പൂട്ടാൻ ഈ ദേവിനധിക സമയം വേണ്ട. ഒറ്റക്കാണെങ്കിൽ ഈ ഉഷിര് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. യു ആർ സോ ഫാസ്റ്റ്. നീ എന്താണ് വിചാരിച്ച് ഒരു പാവമാഷിന്റെ മുഖം മൂടി അണിഞ്ഞു വന്നാ ഞാൻ അറിയില്ലെന്നോ? കൂടുതൽ ഡയലോഗും ആക്ഷനൊക്കെ വരുന്നതിന് മുമ്പ് സാറൊന്ന് കുടുംബത്തെ കണ്ടു. ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ? കൊണ്ടുപോടാവരെ. നാഥൻ വിളിച്ചു പറഞ്ഞു. ഒരു ഗുണ്ട ലച്ചുവിനെ കൊണ്ടുവന്നു. കഴുത്തിൽ കത്തി വെച്ചായിരുന്നു അവളെയാൾ അവന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവളുടെ കോലം കണ്ട് ദേവ് അവന്റെ ദേഷ്യം കടിച്ചമർത്തി. 2 കവിളത്തും വിരൽപ്പാട് തെളിഞ്ഞു കാണുന്നുണ്ട്. കരഞ്ഞ് കണ്ണൊക്കെ വീങ്ങിയിട്ടുണ്ട്. ദേവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ എന്തോ വെളിച്ചം വെച്ച്. മറു സൈഡിൽ നിന്നും മക്കളെ കൊണ്ടുവന്ന് നിർത്തി. 2 പേരുടെയും കൈ കെട്ടിയിട്ടുണ്ട്. അച്ഛാ! അവനെ കണ്ടതും പിള്ളേർ അവനെ വിളിച്ച് ഓടാൻ നോക്കി. പക്ഷെ അവരൊരു അടി പോലും വെക്കാൻ സമ്മതിച്ചില്ല. സാറിന് മുമ്പ് ആ ഷോ ഒന്ന് വീണ്ടും കാണിച്ചു കൊടുക്കടും. നാഥൻ അവരോട് പറഞ്ഞു. അതിലൊരാൾ ലച്ചുവിന്റെ കവിളിൽ ശക്തിയായിട്ട് അടിച്ചു. ദേവ് ചീറിക്കൊണ്ട് ചവിട്ടാൻ പോയതും ലച്ചുവിന്റെ കഴുത്തിൽ കത്തി മുറുകി. ഒരടി വെച്ചാൽ ദാ അവൾ. നാഥനൊരു പരിഹാസത്തോടെ പറഞ്ഞു. ആ ഗണ്ണിങ് നമ്മുടെ മുട്ടുമുടക്കിയിരിക്കടാ. നാഥൻ ചീറിക്കൊണ്ട് പറഞ്ഞു. ദേവ് ലച്ചുവിനെയും മക്കളെ ഓർത്തുകൊണ്ട് അവർ പറഞ്ഞ അനുസരിച്ചു. നാഥൻ ദേവിന്റെ പുറത്ത് ശക്തമായി ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു. ദേവാ, അച്ഛാ! അവർ കരഞ്ഞുകൊണ്ട് വിളിച്ചു. ദേവ് കണ്ണടച്ച് വേദന സഹിച്ചു നിന്നു. സാറിനെ നോക്കണം, അവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കും. അല്ലെങ്കിൽ പുലിയെപ്പോലെ പോകുന്ന മനുഷ്യനാ ഇന്ന് പൂച്ചയെ പോലെ അടങ്ങിയത്. പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവനൊരു അടി കൊടുത്തു. ദേവ, പ്ലീസ് അവനൊന്നും ചെയ്യരുത്. ലച്ച് കരഞ്ഞുകൊണ്ട് നാഥനോട് കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു. ഷെടാ, ദേവയുടെ ലച്ച് കരയുകയാണോ? അവന് സഹിക്കിലടി നീ കരഞ്ഞ. ഒരു പരിഹാസത്തോടെ പറഞ്ഞ് അവസാനം അവിടെ മുടിക്കെട്ട് പിടിച്ചു പറഞ്ഞു.
ഡാ അവള് വിട്, എന്നെ എന്തുവേണം ചെയ്തോ, ദേവ് ചീറിക്കൊണ്ട് പറഞ്ഞു. കണ്ടോടി, ചാവാൻ കിടന്നിട്ട് അവന്റെ സ്നേഹം. പക്ഷെ നീ മനസ്സിലാക്കിയില്ലല്ലോ അവനെ. മോശം മോശം. അല്ലെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്. നീ ഈ വർഷമൊക്കെ നരകം പോലെ അവൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് ജീവിച്ചു തീർത്തില്ലേ? അവന്റെ മുടി പിടിച്ച് മുഖം പൊക്കിക്കൊണ്ട് നാഥൻ പറഞ്ഞു. എന്നാൽ ലച്ചു അവൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ ആ വാക്ക് കുരുങ്ങി കിടക്കുകയായിരുന്നു. കേട്ടോ മിസ്സിസ് ദേവ്, നീ തന്നെ ആയിരുന്നടി അവന്റെ ഭാര്യ ഇത്രയും കാലം. അവൻ നിന്നെ എവിടെയൊക്കെ തെരഞ്ഞോന്നറിയോ? പക്ഷെ നീയൊന്നും അറിഞ്ഞില്ല. നാഥൻ പറഞ്ഞു കഴിഞ്ഞത് അവൾ ഞെട്ടിക്കൊണ്ട് ദേവിനെ നോക്കി. അവന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ മെല്ലെ പുഞ്ചിരിച്ചു. ലച്ചു ഈ നിമിഷം തന്നെ ഭൂമി പിളർന്ന് താഴേക്ക് പോയെന്ന് വിചാരിച്ചു പോയി. പക്ഷെ എങ്ങനെ തനിക്ക് അബദ്ധം പറ്റി എവിടെയെന്ന് ഓർത്തുപോയി അവൾ. ആ നിമിഷങ്ങളൊക്കെ ദേവിന് അവരൊക്കെ മാറി മാറി അടിക്കുന്നുണ്ടായിരുന്നു. ചോരയൊലിച്ചിറങ്ങിയിട്ടും അവൻ അവർക്ക് വേണ്ടി പിടിച്ചു നിന്നു. മക്കളും ലച്ചു ഒരുപാട് കരഞ്ഞു. പ്ലീസ് ദേവി ഒന്നും ചെയ്യരുത്, ലച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ലടി, അവനിതൊരു തുടക്കം മാത്രമാണ്. ഡാ, നീ ചെയ്ത തെറ്റെന്താണെന്നറിയോ? ഇപ്പോഴൊന്നുമല്ല, കൃത്യം 5 വർഷങ്ങൾക്ക് മുമ്പ് നീ എനിക്ക് നഷ്ടമുണ്ടാക്കി തന്ന ഇന്നത്തെ പോലെ 300 കോടിയല്ല, 500 കോടി. ദേവിന്റെ കവിളടിച്ചുകൊണ്ട് നാഥൻ പറഞ്ഞു. അന്നു മുതൽ ഞാൻ നിന്റെ പിന്നാലെ തന്നെയുണ്ട്. നീ കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ ഞാനിവരെ കണ്ടെത്തിയിരുന്നു. മക്കളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ മക്കളെ തൊട്ടാൽ ആണാണെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് മുട്ടി നോക്കടാ അമർനാഥേ. കളിക്കുമ്പോ ഇത് ദേവിയാണ്, നീ മറക്കരുത്. കളി പഠിപ്പിക്കും ഞാൻ നിന്നെ. അതിന് സാറിനുള്ള വിസ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. കേട്ടോ ലക്ഷ്മി, ഫാമിലി വിസ വേണമെങ്കിൽ പറ, അത് റെഡിയാ. ദേവിനെതിരെ ഗൺ ഷൂട്ട് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് പറഞ്ഞു. ലച്ചു വല്ലാതെ പേടിച്ചു പോയി. തന്നെ ഇനിയും പരീക്ഷിച്ച് മതിയായില്ലേ ഭഗവാൻ, എന്റെ ദേവക്കും മക്കൾക്കൊന്നും പറ്റരുത്. അവൾ ഈശ്വരോട് കെഞ്ചി പറഞ്ഞു. ലക്ഷ്മി, നീ ചെയ്ത തെറ്റെന്താണെന്ന് അറിയാം. നീ ഇവനെ കല്യാണം കഴിച്ചു, അതുകൊണ്ടല്ലേ നിനക്ക് ഈ അവസ്ഥയിലൊക്കെ പോവേണ്ടി വന്ന്. ഗൺ ദേവിനെ നേരെ വെച്ചുകൊണ്ട് അമർനാഥ് പറഞ്ഞു. ദാ, ആ പിള്ളേരുടെ കെട്ട് അഴിച്ചേക്ക്. അവനിനി ഒന്നും ചെയ്യാൻ പോണില്ല. 5 മിനിറ്റ് കഴിഞ്ഞാൽ സാറി ലോകം തന്നെ വിടും. ദേവിനാണെങ്കിൽ വേദന കൊണ്ടും ബ്ലീഡിങ് കൊണ്ട് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പ്ലീസ് അവരൊന്നും ചെയ്യരുത്. നിങ്ങളുടെ ദേഷ്യം ഒരാളെ കൊന്നിട്ടേ മാറുള്ളൂ എങ്കിൽ അതെന്നെ ചെയ്തോളൂ, അവരെ ഉപദ്രവിക്കരുത്, ലച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് അവരുടെ കഴുത്തിൽ നിന്ന് കത്തിയൊക്കെ മാറ്റി വെച്ചിരുന്നു. അത് ശരിയാട്ടോ ലക്ഷ്മി, അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്റെ ജീവൻ പോയാൽ അത് അവൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതിനേക്കാളും വലിയ ശിക്ഷ അവന് ലഭിക്കാനും പോകുന്നില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ ലച്ചുവിന്റെ നേരെ ഗൺ പോയിന്റ് ചെയ്തു. അപ്പേ കുട്ടികൾ അവളുടെ അടുത്തേക്ക് ഓടാൻ നോക്കിയെങ്കിലും അവർ പിടിച്ചു വെച്ച് രണ്ടുപേരുടെ കൈയും കാലും നിരത്തടിച്ച് കരയുന്നുണ്ട്. ഏയ് നോ, പ്ലീസ് അമർനാഥ്, അവളൊന്നും ചെയ്യരുത്. തനിക്ക് എന്നോടുള്ള ദേഷ്യം, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പ്ലീസ് അവളെ വിട്ടേക്ക്. അവളുടെ നേരെ അമർനാഥ് വെടിവെത്താൻ തയ്യാറായിരുന്നു. ദേവ് ശരിക്കും പേടിച്ചു. കാരണം അവൾ വെച്ച് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. താൻ ദേവ് പറയുന്നത് കേൾക്കണ്ട. ദേവ് ഇനി എന്തെങ്കിലും പറഞ്ഞ് അവനൊരു അപകടം ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ച് ലച്ചു പറഞ്ഞു. അപ്പൊ റെഡിയല്ലേ? ഒരു പുച്ഛത്തോടെ ദേവിനെ നോക്കിക്കൊണ്ട് ലച്ചുവിന് നേരെ ഗൺ പോയിന്റ് ചെയ്ത് ട്രിഗറിൽ വിലമർത്താനായി തയ്യാറായി. ഹേയ് നോ അമർനാഥ്, പ്ലീസ് അവളൊന്നും ചെയ്യരുത്, ഞാൻ തന്നെ കാല് പിടിക്കാം, ദേവ് ഒരു യാചനയോടെ പറഞ്ഞു. ദേവ വേണ്ട, ലച്ചു താറൊന്നും മിണ്ടാണ്ടിരിക്കേ. അമർനാഥ് നോ, അവളൊന്നും ചെയ്യരുത്. എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലും ദേവ് കെഞ്ചി. ദേവിന്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. വയ്യ ഇനി അവളെ നഷ്ടപ്പെടുത്താൻ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താനൊരു മുഴുപ്രാന്തനായി പോവും. ദേവ് ഓർത്തു. ദേവ, ലച്ചു കരഞ്ഞോണ്ട് വിളിച്ചു. എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുക. ഞാൻ ഒരാൾ കാരണം നമ്മുടെ 4 വർഷമാണ് പാഴായി പോയത്. ഞാൻ കാരണം മക്കളും തന്നിൽ നിന്ന് അകന്നുപോയി. അറിയാം വലിയ തെറ്റ ഞാൻ ചെയ്തെന്ന്. ഒരു പക്ഷെ എനിക്ക് തൻ്റെ കൂടെ ജീവിക്കാൻ ഇത്രയും ഭാഗ്യമുള്ളൂ ആയിരിക്കും. മക്കളെ നോക്കിക്കോളെന്ന് പറയുന്നില്ല, താൻ നന്നായിട്ട് നോക്കുന്ന എനിക്കറിയാം. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഐ ലവ് യു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ദേവിന്റെ മാത്രം ലച്ചുവായി ഈ കുസ്തുതികളുടെ അമ്മയായിട്ടും ജനിക്കാൻ പറ്റട്ടെ. ലച്ചു കരഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞു. ഒന്നും പറ്റില്ല ലച്ചു തനിക്ക്. ദേവ് കണ്ണീരോടെ ഒന്നും സംഭവിക്കില്ലെന്ന് മട്ടിൽ തലയാട്ടി. അവളെ രക്ഷിക്കാൻ പറ്റുമെന്ന അവന്റെ പ്രതീക്ഷയൊക്കെ മങ്ങിപ്പോയിരുന്നു. അപ്പൊ സംസാരം കഴിഞ്ഞല്ലോ, അപ്പൊ ശരി ലക്ഷ്മി. മക്കൾ രണ്ടുപേരും വല്ലാത്ത കരച്ചിലായിരുന്നു. ദേവൊന്ന് അനങ്ങിയാൽ ഗണ്ണ് നേരെ പോകുന്നു മക്കളുടെ മേലിലേക്കാണെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഗുഡ് ബൈ. 3 നോ അമർനാഥ് പ്ലീസ്. 2 1. പക്ഷേ ട്രിഗർ അമർത്തുന്നതിന് മുമ്പ് അമർനാഥിന്റെ കയ്യിലുള്ള ഗണ്ണ് എന്തോ തെറിച്ച് കയ്യിൽ നിന്ന് വീണുപോയിരുന്നു. വെടിപൊട്ടുന്ന ശബ്ദം കേട്ട് എന്താ സംഭവിച്ചെന്ന മട്ടിൽ അവൻ നോക്കുമ്പോൾ ഒരു കൂട്ടം പോലീസ് മുകളിലൂടെ ഓടുതേർത്ത് താഴേക്ക് ചാടിയിരുന്നു. 2 ഗുണ്ടകൾക്ക് വെടികൊള്ളുകയും അമർനാഥിനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തിരുന്നു. മക്കളെ അരുൺ വേഗം തന്നെ സേഫാക്കി പുറത്തേക്ക് അയച്ച് CPO അനിരുദ്ധിനെ ഏൽപ്പിച്ചു. എന്താ സംഭവിക്കുന്നതെന്ന മട്ടിൽ ലച്ചു ഞെട്ടിപ്പോയി. ലച്ചു ഒരു സൈഡിലേക്ക് വീണ് നെറ്റി പൊട്ടിപ്പോയിരുന്നു.
ദേവിന്റെ അടുത്തേക്ക് എണീറ്റ് പോകാൻ നോക്കുന്ന ലച്ചുവിനെ അമർ കണ്ടതും തെറിച്ച് വീണ ഗണ്ണെടുത്ത് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്തു. എന്നാൽ ദേവി ഇത് കണ്ടതും അവൻ പറ്റുന്നത്രയും വേഗത്തിൽ എണീറ്റോടി അവളെ പൊതിഞ്ഞു പിടിച്ചു. ലച്ചുവിന് എന്താ കാര്യമെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്ക് അവൻ ഷൂട്ട് ചെയ്തിരുന്നു. വെടിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ദേവാ! ലച്ചു കരഞ്ഞുകൊണ്ട് വിളിച്ചത് അവൻ ബോധരഹിതനായി താഴേക്ക് വീണിരുന്നു. എന്നാലും ലച്ചു അവനെ പിടിവിട്ടില്ല. അപ്പോഴേക്ക് അമറിന്റെ ബാക്കി ഫോഴ്സ് വന്ന് പിടിച്ചിരുന്നു. അവന്റെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരിയായിരുന്നു. ദേവാ, കണ്ണു തുറക്ക് ദേവാ! ലച്ചു കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. ദേവിന്റെ പിന്നിലായിട്ടാണ് വെടികൊണ്ടത്. നേരത്തെ അടിയുടെ ക്ഷീണം കാരണം അവൻ പെട്ടെന്ന് ബോധരഹിതനായി പോയി. അബി എന്ന് വിളിച്ചുകൊണ്ടെന്ന് അരുണും മറ്റുള്ളവരും അവന് വേഗം വണ്ടിയിൽ കയറ്റി. ലച്ചുവും കരഞ്ഞുകൊണ്ട് കയറി. ലച്ചു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ കണ്ണീര് പറ്റാതെ ICUവിന്റെ മുമ്പിലുള്ള ബെഞ്ചിൽ ഇരിക്കുകയാണ്. ദേവിന് ഉടനെ ICUവിൽ കയറ്റിയെങ്കിലും ഒന്നും പറയാറായിട്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നന്നായി പ്രാർത്ഥിക്കാനും ഡേഞ്ചർ സോണിലാണെന്ന് കൂടി പറഞ്ഞു. ലച്ചു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് എല്ലാവരും പേടിച്ചു. കാരണം ആരോടും മിണ്ടാതെ ഒന്ന് കരയുക പോലും ചെയ്യാതെ ഒറ്റ ഇരിപ്പാണ് കഴിഞ്ഞ 5 മണിക്കൂറായി. ഇനി എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവളുടെ മറുപടി ദേവ് തന്നെ കാത്തിരിക്കും, അവൻ്റെ കൂടെയല്ലാതെ ഞാൻ എവിടേക്കും ഇല്ലെന്നാണ്. അവളുടെ മനസ്സ് പോലും കൈവിട്ടു പോയെന്നോർത്ത് അവരൊക്കെ പേടിച്ചു. കാരണം ലച്ചുവിൻ്റെ ഉള്ളിൽ ഒരു വിസ്ഫോടനം തന്നെ നടന്നു കഴിഞ്ഞു. അവളുടെ തെറ്റ് കാരണമാണ് അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവൻ ഈ അവസ്ഥയിൽ ജീവനോട് മല്ലിട്ട് കിടക്കേണ്ടി വന്നത്. നെറ്റിയിൽ ബാൻഡേജ് ചെയ്യാൻ പോലും വരാത്തവളെ നേഴ്സ് അവിടെ വന്നാണ് മരുന്ന് വെച്ചത്. മക്കൾ രണ്ടാളും കരച്ചിലാണെങ്കിലും ഐശ്വര്യനൊക്കെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. രശ്മി ചേച്ചിയും ഫാഹുവൊക്കെ ലച്ചുവിനോട് ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും വീണ്ടും ആ മറുപടി തന്നെയാണ് കൊടുക്കുന്നത്. മക്കളെപ്പോലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല ലച്ചു. ഒരു തുള്ളി വെള്ളം പോലും അവൾ കുടിക്കാൻ പോലും കൂട്ടാക്കിയില്ല. മാറ്റങ്ങളൊന്നുമില്ലാതെ 2 മണിക്കൂർ വീണ്ടും കടന്നുപോയി. അപ്പോഴേക്ക് നേരെ ഏകദേശം വെളുത്തിരുന്നു. ക്ഷീണം കാരണം അവർക്കൊന്ന് ഇടയ്ക്ക് ഉറങ്ങിയെങ്കിലും ലച്ചുവിന് മാത്രം ഉറക്കം വന്നില്ല. ഫാഹു ഒരു റൂം ബുക്ക് ചെയ്ത് ഐഷുവിനെയും മക്കളെയും അങ്ങോട്ട് മാറ്റി. ലച്ചു ആണെങ്കിൽ മുഴുവൻ സമയം പ്രാർത്ഥനയോടെ കഴിഞ്ഞു. അരുൺ അവളുടെ അവസ്ഥ ഒരു വല്ലാത്ത വിഷമം തോന്നി. ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്തൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അരുൺ റീത്തെ വിളിക്കണമെന്നുണ്ടെങ്കിലും അവരൊക്കെ അവൻ്റെ അമ്മാവിൻ്റെ വീട്ടിലാണ്. മഴയായതുകൊണ്ട് അധിക സ്ഥലങ്ങളിലും വെള്ളം കയറി റോഡ് ബ്ലോക്കായി. അതുകൊണ്ട് അവർക്ക് തിരിച്ച് വീട്ടിൽ പോലും വരാൻ പറ്റിയില്ല. സംഭവം അറിഞ്ഞ് അവൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, ദേവിൻ്റെ കാര്യമറിയാൻ. സൂരജ് രശ്മി അവരുടെ കൂടെ തന്നെയുണ്ട്. ഇടയ്ക്ക് ഡോക്ടർ ചെക്ക് ചെയ്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ദേവിന് വേണ്ടി ബ്ലഡൊക്കെ കൊടുത്ത് അരുണാണ്. AB നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ബാങ്ക് കാലിയാണ്. ഇതിനകം തന്നെ വാർത്ത പരന്നിരുന്നു. വാർത്തയിലൊക്കെ കമ്മീഷണറുടെ ഭാര്യയും മക്കളെയും തട്ടിക്കൊണ്ടുപോയി. രക്ഷിക്കാൻ പോയ കമ്മീഷണർ വെടികൊണ്ട് അത്യാഹിത നിലയിലാണെന്നൊക്കെ മീഡിയ പുറത്തുതന്നെ ഉള്ളതുകൊണ്ട് അവിടെ അധികം പോലീസിനെ നിയമിച്ചിട്ടുണ്ട്. മഴയായതുകൊണ്ട് മണ്ണിടിച്ചിലും മറ്റൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഡ്യൂട്ടിയിലാണ്. മോനെ അരുണെ, എന്താണ് എൻ്റെ കുഞ്ഞിന് പറ്റിയത്? സുഭദ്ര കരഞ്ഞുകൊണ്ട് ഓടി വന്നു അരുണിന്റെ അടുത്തേക്ക്. രാമൻ അവിടെ പിന്നാലെ തന്നെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം വിവരാറിൽ നേരെ ഇങ്ങോട്ട് വന്നതാണെന്ന്. അത് അമ്മ. അരുൺ എന്തു പറയുന്നറിയാൻ രാമനെ നോക്കി. സുഭദ്രേ, നീ അവിടെ പോയിട്ടിരിക്കും, കുഞ്ഞിനൊന്നുമില്ല, ചെല്ലു. സുഭദ്ര വിവരറിഞ്ഞാൽ സൈക്കിളെന്ന് മനസ്സിലാക്കി അദ്ദേഹം അങ്ങോട്ടിരിക്കാൻ നിർബന്ധിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ലച്ചു. അയാൾ പതിയെ മുഴിഞ്ഞു സുഭദ്രയെ അവളെ കണ്ടു.